ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഒരു വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ വർക്ക് ടൂർ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം, അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഇൻട്രസ്റ്റഡ് ഉണ്ടായിരിക്കും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ജർമ്മനിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് സംഭവങ്ങളെന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ലിൻഡിലാണ്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. ഇന്ന് എനിക്ക് ലേറ്റ് ഷിഫ്റ്റ് ഉണ്ട്. മെയിൻലി 3 ടൈപ്പ് ഷിഫ്റ്റാണ് ഉള്ളത്. മോർണിംഗ് ഉണ്ട്, ലേറ്റ് ഉണ്ട്, നൈറ്റ് ഉണ്ട്. മോർണിംഗ് എന്ന് പറയുമ്പോൾ രാവിലെ 6 മണി തൊട്ട് 2 മണി വരെയാണ്. ലേറ്റ് എന്ന് പറയുമ്പോൾ 2 മണി തൊട്ട് 10 മണി വരെയാണ്. നൈറ്റ് എന്ന് പറയുമ്പം 10 തൊട്ട് വെളുപ്പിനെ 6 മണി വരെയാണ്. ഇന്ന് എനിക്ക് ലേറ്റ് ഷിഫ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. സാറ്റർഡേ പൊതുവെ അങ്ങനെ ആർക്കും ഷിഫ്റ്റ് അധികം ഉണ്ടാവില്ല. ഇന്ന് ഞങ്ങളുടെ ടീം മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. നട്ട്സിൻ്റെ ഒരു ടീമിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഈ ദുബായ് ചോക്ലേറ്റിൻ്റെ കുനാഫ പൊട്ടിച്ചിടുന്നത്, അതാണ് ഇന്നിൻ്റെ വർക്ക് വരുന്നത്. അപ്പം ഞങ്ങൾക്കിപ്പോൾ പൗസയാണ്. അപ്പോൾ പൗസ തുടങ്ങിയപ്പോഴാണ് ഓക്കെ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും ഒട്ടും താമസിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ലിൻഡിലാണ്. ലിൻഡ് എന്ന് പറയുന്ന ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഫാക്ടറിയാണ്. അത് അവരുടെ സ്റ്റോറാണ്, ലിൻഡിൻ്റെ സ്റ്റോറാണ്. ലിൻഡിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള മുയൽ. ഇതിൻ്റെ മണി കെട്ടി 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 എൻ്റെ നടു ഒടിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഈ ഫാക്ടറിയിലാണ്, ചോക്ലേറ്റ് ഫാക്ടറിയാണ്. അപ്പോൾ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതതിൻ്റെ മെയിൻ ഡോറാണ്. അപ്പോൾ നമുക്കിവിടെ കയറണമെങ്കിൽ തന്നെ നമുക്ക് കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ കയറുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, വർക്ക് ചെയ്യണില്ല എൻ്റെ കാർഡ്. ആ ഒരു സൗണ്ട് കേട്ടു. അപ്പോൾ അത് ഇങ്ങനെ തുറക്കാം. ലോക്ക് റൂമിലോട്ട് പോകണം. ലോക്ക് റൂം തുറക്കാനും കാർഡ് വേണം. ഇവിടെ നമുക്ക് തലയിൽ വയ്ക്കണ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നൊന്ന് എടുത്ത് വേണം നമ്മൾ വെച്ചുകൊണ്ട് പോകാനായിട്ട്. ഇന്നിപ്പോൾ ഈ ഒരു ലോക്ക് റൂമിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ടോട്ടലി ഈ ഒരു ഫാക്ടറിയിൽ ഇന്ന് 5 ആൾക്കാരാണ് വർക്ക് ചെയ്യുന്നത്. 4 ബോയ്സ്, പിന്നെ ഞാനൊരു ഗേള്. എനിക്കെന്തോ പോലെ, എനിക്കിങ്ങനെ ആൾക്കാരൊക്കെ ഉള്ളതാണ് ഇഷ്ടം. ആരും ഇല്ലാത്തപ്പോൾ എനിക്ക് എന്തോ പേടിയാവുക. എന്നിട്ട് ഞാൻ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം. നമുക്ക് മെയിനായിട്ട് വെക്കേണ്ടത് തൊപ്പി, പിന്നെ ഇവിടെ കോട്ടുണ്ട്. ഈ ഒരു കോട്ട് ഇടണം, എന്നാൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സേഫ്റ്റി ഷൂ. അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് ഒന്ന് സെറ്റായി കഴിഞ്ഞ് നേരെ ഞാൻ ക്യാൻറ്റീനിൽ വന്ന് കുറച്ച് വെള്ളം കുടിക്കുക. പിന്നെ എനിക്ക് കഴിക്കാനുള്ള എസൻ പൗസിക്ക് കഴിക്കാനുള്ള ഫുഡ് കൊണ്ടുവന്ന് ഇവിടെ വെക്കണമായിരുന്നു. ക്യാൻറ്റീനിൽ ഞാൻ കൊണ്ടുവന്ന് വെക്കും. അതും വെച്ച് വെള്ളം കുടിച്ചിട്ട് വേണം എനിക്ക് പഞ്ചും ചെയ്തിട്ട് അകത്തോട്ട് കയറാനായിട്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പൗസ കിട്ടിയിട്ടുണ്ട്. കുറേ ടൈപ്പ് കോഫീസ് ഉണ്ട്. മധുരം വേണമെങ്കിൽ ഇതിൽ നിന്ന് എടുക്കാം. നൈറ്റ് ഷിഫ്റ്റ് എടുക്കുന്നവർക്കൊക്കെ ഇത് ഫ്രീ ആയിട്ട് കുടിക്കാം. അല്ലെങ്കിൽ നമ്മൾ പൈസ ഇടണം. ഇവിടെ ക്യാഷ് ഇടുക, എടുക്കുക, അങ്ങനെ ഇതാണ്. പിന്നെ നമുക്ക് നൈറ്റ് ഷിഫ്റ്റുകാർക്ക് ഇങ്ങനത്തെ ഡ്രിങ്ക്സ് ഒന്നും ഫ്രീ അല്ല. ഇത് നമ്മൾ ക്യാഷ് കൊടുക്കണം. ഇവിടുന്ന് ഇത്രയും അവസാനം ഇതും ഫ്രീ അല്ല. ബാക്കിയൊക്കെ ഡ്രിങ്ക്സൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാം. പിന്നെ നമ്മളിങ്ങനെ വന്നിരിക്കുമ്പോഴത്തേക്കും ഓരോ ടേബിളിലൊക്കെ മിഠായിയൊക്കെ ഇരിക്കുന്നതാണ് ഞാൻ കാണിച്ചു തരാം. നമുക്ക് അതൊക്കെ എടുത്ത് വേണമെങ്കിൽ കഴിക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് എത്ര മിഠായി വേണമെങ്കിലും കഴിക്കാം. ഇത് ദുബായ് ചോക്ലേറ്റ് ആണ്. ഈ ഒരു ചോക്ലേറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 10 യൂറോസ് വരും. നാട്ടിൽ ഏകദേശം ഒരു 1000 രൂപയ്ക്കടുത്ത്. കണ്ടോ, ഇത്രയുള്ള ചോക്ലേറ്റ്. ഇവിടെ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. പക്ഷേ ഇവിടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതാരോ കഴിച്ചിട്ട് വെച്ചതാണ്. വേണമെങ്കിൽ നമുക്കെടുത്ത് കഴിക്കാം. ഇനി നമ്മൾ വേണമെങ്കിൽ കഴിച്ചിട്ട് ഇവിടെ വയ്ക്കാം, അല്ലെങ്കിൽ എടുത്ത് കളയാം, അങ്ങനെയൊക്കെ. ഇന്നിപ്പം അധികം വേറെ ടീമാർക്കൊന്നും വർക്കില്ലാത്തതുകൊണ്ട് നമുക്ക് പൗസ കുറച്ച് അധികം കിട്ടിയിട്ടുണ്ട്. നോർമലി 5 മിനിറ്റ്. പിന്നെ എസൻ പൗസ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന പൗസ. അത് ഏകദേശം നമുക്കൊരു അരമണിക്കൂറൊക്കെ കിട്ടുന്നത്. എനിക്ക് ഇവിടെ നോർമൽ ബ്രേക്ക് 10 മിനിറ്റിൻ്റെ ഇന്ന് 30 മിനിറ്റ് കിട്ടിയിട്ടുണ്ട്. 2 മണിക്ക് വർക്കിന് വന്നു. 2:30 2:45 ആയപ്പോഴത്തേക്കും ബ്രേക്ക് കിട്ടി. ഇപ്പോൾ ഏകദേശം
3:10 കഴിഞ്ഞിട്ടുണ്ട്. അരമണിക്കൂർ ആദ്യത്തെ ബ്രേക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് SN പൗസെ കഴിഞ്ഞ ദിവസം 50 മിനിറ്റ് കിട്ടിയാൽ നിന്നും കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ എന്തായാലും ഇന്നത്തെ ഷിഫ്റ്റ് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്ന് അവരാണെങ്കിൽ എൻ്റെ ടീമിലുള്ളവർ നേരത്തെ, ഇന്ന് സാറ്റർഡേ ആണല്ലോ, നാളെ സൺഡേ ആയതുകൊണ്ട് അവർ വർക്ക് അവരുടെ നേരത്തെ തുടങ്ങി, അതുകൊണ്ട് നേരത്തെ കഴിയുമെന്ന് പറഞ്ഞ്. അപ്പോൾ നേരത്തെ കഴിഞ്ഞ് എനിക്കിവിടെ വെറുതെ ഇരുന്നിട്ട് പോയി സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ എക്സൈറ്റഡ് ആണ്. അവരെന്തൊക്കെയൊക്കെ സംസാരിക്കുന്നുണ്ട് ജർമ്മനിൽ. എനിക്ക് പിന്നെ ജർമ്മൻ ലാംഗ്വേജ് അറിയാത്തതുകൊണ്ടൊന്നും മനസ്സിലാകത്തില്ല. ഞാൻ പിന്നെ ആംഗ്യ ഭാഷയൊക്കെ കാണിച്ചിട്ടാണ് ഇവിടെ ഞാൻ ജീവിച്ചു പോകുന്നത്. ഇവിടെ വർക്കിന് വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് എടുക്കേണ്ട സാധനങ്ങൾ ഈ തൊപ്പി, ഇത് വേണം, ഇതൊരു സേഫ്റ്റി ഹാറ്റ് കണ്ടോ. ഇത് ബോയ്സ് ആണെങ്കിൽ ഇങ്ങനെ അവരെ താടിയൊക്കെ കവർ ചെയ്യാനായിട്ട്, രോമമൊക്കെ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഇവിടെ എക്സ്ട്രാ ഉണ്ട്. ഗേൾസിന് അതില്ല, നമുക്ക് പകരം ഇതാണുള്ളത്. ഇത് ഇഷ്ടംപോലെ നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് തന്നെ ഇഷ്ടംപോലെ ഉണ്ടാകും, ഞാൻ കാണിച്ചു തരാം. അപ്പം ഇത് ഇട്ട് കഴിഞ്ഞിട്ട് എൻ്റെ മണ്ടിക്ക് ഇതിടുക. പിന്നെ ഒരു വൈറ്റ് കോട്ട്, ഈ കോട്ട് അഴുക്കാവുന്ന അനുസരിച്ച് നമുക്ക് ഇവിടെ താഴെ ഒരു ഏരിയ ഉണ്ട്, അവിടെ നമ്മുടെ കാർഡും കൊണ്ടുപോയിട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ അവരത് അലക്കി നമുക്ക് വേറെ തരും. അവർ അലക്കും, നമ്മളിത് അലക്കേണ്ട ആവശ്യമില്ല, അവർ അലക്കിയൊക്കെ തരും. പിന്നെ ഇത് മാൻഡേറ്ററി ആണ്, വൈറ്റ്. പിന്നെ നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് കമ്മലൊന്നും ഇടാൻ പറ്റത്തില്ല, പിന്നെ മാല ഇടാൻ പറ്റത്തില്ല, ഓർണമെൻറ്റ്സ് ഒന്നും പറ്റില്ല, നഖം വളർത്താൻ പറ്റില്ല, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ. ചോക്ലേറ്റുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ചോക്ലേറ്റ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ തൊടാൻ, അത് ഇങ്ങനെ തൊട്ട് എടുത്ത് അങ്ങനത്തെ ഒക്കെ പരിപാടി വരുമ്പോഴത്തേക്ക് നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്യണം. പല ടൈപ്പ് ഗ്ലൗസ് ഉണ്ട്, നമ്മുടെ പ്ലാസ്റ്റിക് ഗ്ലൗസ് ഉണ്ട്, പിന്നെ ക്ലോത്തിൻ്റെ ഉണ്ട്, പിന്നെ ഭയങ്കര കട്ടിയുള്ളതുണ്ട്. അതിപ്പോൾ നമ്മൾ കിട്ടുന്ന വർക്ക് അനുസരിച്ചായിരിക്കും അതിരിക്കുന്നത്. പിന്നെ ടീമിലുള്ളവർ പറഞ്ഞു ഇന്ന് കോഫി ഫ്രീ ആയിട്ട് പിടിക്കാം, പൈസ കൊടുക്കേണ്ടെന്ന്. അപ്പോൾ ഞാൻ കോഫി എടുക്കുന്നത് കാണിച്ചു തരാം. ഇവിടെ വന്നിട്ട് നമ്മളിങ്ങനെ സെലക്ട് ചെയ്യാം. നമ്മളിവിടെ നാട്ടിലെ പോലത്തെ കോഫിയല്ല, ഇത്തിരി ടേസ്റ്റൊക്കെ കുറവുള്ള കോഫിയാണ്. കോഫി സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഇതിപ്പോൾ എടുക്കാം, മിഡ് ഷുഗർ എന്ന് പറയുമ്പോൾ വിത്ത് ഷുഗർ. ഇവിടെ ഞെക്കാം, അതേ വന്നടാ. ഫ്രീ കോഫിയാണേ, സാറ്റർഡേ ഫ്രീ ആയിരുന്നു ഗൈസ് കോഫി, അതെനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം, പഞ്ചസാര കിട്ടും. കുറേ വട്ടം ക്ലിക്ക് ചെയ്ത് കുറേ പഞ്ചസാര വീഴട്ടെ. അങ്ങനെ കോഫി കിട്ടി ഗൈസ്. ഫ്രീ ആയിട്ട് കോഫി കിട്ടുമ്പോഴുള്ളൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവർക്ക് മനസ്സിലായി ഞാൻ കോഫി എടുക്കരുത് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് എന്ന്. കഴിഞ്ഞു തോന്നുന്നു, കഴിഞ്ഞടാ. ഇത് അത്യാവശ്യം കൂട്ടത്തിൽ വലിയ കുഴപ്പമില്ലാത്ത, ബാക്കിയൊക്കെ നല്ല കയ്പൊക്കെ ഉണ്ടാവും. ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു കോഫിയാണ്. പിന്നെ എന്താ പിങ്ക് വെള്ളമൊക്കെ കിട്ടും, അതും കൂടി ഞാൻ കാണിച്ചുതരാം. ഒരു വെറൈറ്റി സാധനമാണ്. വരൂ ചോര വെള്ളം പോലെ. എനിക്കറിയത്തില്ല ഇതെങ്ങനെ ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യണമെന്നുള്ളത്. ഇതത്ര സുഖമില്ല. പക്ഷേ ഇവിടെ ഒരു ബീഫ് സൂപ്പ്, പക്ഷേ ബീഫ് ഞാൻ കുടിക്കില്ല, സോറി, ബീഫ് ഇവിടെ ഹലാലാണോ എന്നുള്ള അറിയില്ല. പക്ഷെ ഇവിടെ ഒരു വെജ് സൂപ്പ് കിട്ടും, സീൻ സാധനം, നല്ല ടേസ്റ്റാണ് ഇത്. പക്ഷേ ഒരു പ്രശ്നം വെച്ചാൽ, ഈ കോഫീൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇത് താഴെയാണ് പഞ്ചസാര കെട്ടിയിരിക്കുന്നത്. അപ്പം ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ, ഒരു ഗ്ലാസ് കൂടെ എടുത്തിട്ട് നാട്ടിലെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും. അപ്പം പഞ്ചസാര നല്ലതായിട്ട് എല്ലാത്തിലും മെൽറ്റ് ചെയ്ത് നമുക്ക് സുഖമായിട്ട് കുടിക്കാം. അപ്പം ഞാൻ ഒരു കപ്പ് കൂടെ എടുത്തിട്ടുണ്ട്, അങ്ങോട്ടടിക്കുക. ഇവിടെ ആദ്യം വന്നപ്പോൾ എനിക്ക് കോഫി ഒന്നും ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം അങ്ങനെ കുടിച്ച് ബോറടിക്കുമ്പം കോഫി കുടിക്കണ്ടേ. അതായത് നമുക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല, ഞാൻ പൗസ കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ ബോറടി മാറ്റാനായിട്ട് കോഫി കുടിക്കും. അപ്പം ഞാൻ അങ്ങനെ കുടിച്ച് അങ്ങനെ മിക്കപ്പോഴും ഞാൻ നൈറ്റ് ഷിഫ്റ്റാണ് എടുക്കുന്നത്. അപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ഫ്രീ ആണല്ലോ, അങ്ങനെ പല കോഫി കുടിച്ച് ഞാനങ്ങനെ ശീലിച്ച് അങ്ങനെ. സോ എന്തായാലും കുടിച്ചെടുക്കട്ടെ. പിന്നെ വേറൊരു സാധനം കൂടെ കാണിച്ചു തരാം. ഞാൻ വർക്ക് ചെയ്യുന്നത് നട്ട്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ച് ആൽമണ്ട്സ് എടുത്തിട്ടുണ്ട്, കുറച്ച് കഴിക്കാനായിട്ട്. ഇവിടെ നിന്ന് നമുക്ക് എത്ര വെള്ളം കഴിക്കാം, നമ്മൾ വീട്ടിൽ കൊണ്ടുപോകണമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് നട്ട്സും കൂടി എടുത്ത്, അതാകുമ്പോൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കഴിച്ചുകൊണ്ടിരിക്കാം. പിന്നെ അല്ലാതെ നമുക്ക് പൗസയൊക്കെ കിട്ടുമ്പോൾ കുറച്ചെടുത്ത് കഴിക്കാം. അങ്ങനെ നല്ല ടേസ്റ്റാണ്, റോസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ വാൾനട്ടും
പിന്നെ വേറെന്തോ നട്ടുണ്ട്. അതും ആൽക്കഹോൾ ഡിപ്പ് ചെയ്ത്. ഇത് പക്ഷേ കുഴപ്പമില്ല, ഇത് കഴിക്കാം. അങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ ടേബിളിൻ്റെ പുറത്തിരിക്കുന്ന മിഠായിയൊക്കെ നമുക്ക് കഴിക്കാൻ. അതല്ലാതെ തന്നെ ഇവിടെ ഏത് മിഠായി വേണമെങ്കിലും നമുക്കെടുത്ത് കഴിക്കാം. അതായത് ദുബായ് ചോക്ലേറ്റോ പുതിയത് പാക്കറ്റ് അതുപോലെ തന്നെ എടുത്തിട്ട് നമുക്കത് കഴിക്കാം. പക്ഷേ ഇവിടെ വെച്ചേ കഴിക്കാം, അവൾ പുറത്ത് കൊണ്ടുവരുത് അങ്ങനെ. പിന്നെ അല്ലാണ്ട് തന്നെ നമുക്ക് ഈസ്റ്ററൊക്കെ എത്തുമ്പോഴത്തേക്കും അവർ നമുക്ക് മിഠായി അല്ലാതെ നമ്മുടെ കാർഡ് വെച്ച് നമുക്ക് മിഠായി തരുകയും ചെയ്യും. പിന്നെ നമ്മൾ വരുമ്പോഴത്തേക്കും കാർഡ് കൊണ്ട് പഞ്ച് ചെയ്യണം. പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും കാർഡ് കൊണ്ട് വയ്ക്കണം. പിന്നെ നമുക്ക് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലോക്ക് റൂം ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടുത്തെ ഗേറ്റിൻ്റെ ഉള്ളിലോട്ട് കയറണമെങ്കിൽ തന്നെ നമുക്ക് കാർഡ് വേണം. അപ്പോൾ കാർഡ് നമ്മൾ സൂക്ഷിക്കണം, ഒരിക്കലും കളഞ്ഞോളൂ. എൻ്റെ കയ്യിൽ നിന്ന് ഒരു വട്ടം കളഞ്ഞു പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്, നല്ല നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ട് ഞാനിപ്പം എൻ്റെ കാർഡിന് ഭയങ്കര സൂപ്പറായിട്ട് ഇതിൻ്റെ അകത്തൊക്കെ ഇട്ടാൽ ഇതാകുമ്പോൾ പണ്ട് ഞാൻ കാർഡ് മാത്രം ഇങ്ങനെ പോക്കറ്റ് ഇടായിരുന്നു. അപ്പോൾ ഈ നമ്മൾ ഫോണൊക്കെ ഇങ്ങനെ എടുക്കുമ്പം താഴെ വീഴും, അപ്പോൾ നമ്മൾ അറിയത്തില്ല. ഇതാകുമ്പോൾ ഇങ്ങനെ വീഴുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു സൗണ്ട് എങ്കിലും കേൾക്കുമല്ലോ, സ്റ്റീലിൻ്റെ ഉണ്ട് ഒരു സൗണ്ടൊക്കെ കേൾക്കും. അപ്പോൾ ഇതാണ് എൻ്റെ കാർഡ്. ഇതുണ്ടെങ്കിൽ മാത്രമേ എനിക്കിവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാനിങ്ങനെ ഇത്രയും സൂക്ഷിച്ചാണ് ഇപ്പോൾ കൊണ്ട് നടക്കുന്നത്. കാരണം എൻ്റെ ഷിഫ്റ്റ് മാനേജർ പറഞ്ഞു ഇനി കളഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല, സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പം കുറച്ചധികം ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ആണെങ്കിൽ എപ്പോഴും ഈ വർക്കിന് പോകുമ്പോൾ ഉള്ള വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കും. പക്ഷേ പൗസയൊക്കെ വരുമ്പോൾ അങ്ങനെ കാണിക്കണം, എല്ലാം ക്യാൻറ്റീൻ കാണിക്കണം, എല്ലാം കാണിക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഭയങ്കര തിരക്കായിരിക്കും. നോർമലി ഇങ്ങനെയല്ല, ഭയങ്കര തിരക്കായിരിക്കും. ഓരോ പൗസയ്ക്ക് വരുമ്പോഴത്തേക്കും ഒരുപാട് ടീംസ് വർക്ക് ചെയ്യുന്നതല്ലേ, അപ്പോൾ നല്ല തിരക്കുണ്ടാവും. അപ്പോൾ നമുക്കിങ്ങനെ വീഡിയോ ഒക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ എടുക്കാൻ ഒരു ചടപ്പുണ്ടാവും. അതുമാത്രമല്ല നമുക്ക് ആളുകളൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോൾ അവരെ പ്രൈവസിയും കൂടെ നമ്മൾ നോക്കണ്ടേ. അപ്പോൾ അങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഇന്നൊരു പെർഫെക്റ്റ് ഡേ. ഞങ്ങളുടെ ആൾക്കാർ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇവിടെ ഫുള്ള് ബ്ലാങ്കായിട്ട് ഒരു മനുഷ്യരില്ല. അപ്പോൾ എല്ലാം എനിക്കിങ്ങനെ സംസാരിച്ചെല്ലാം ഓരോ ചെറിയ കാര്യങ്ങളൊക്കെ എടുത്തിങ്ങനെ കാണിക്കാം. അപ്പം ഇന്ന് എനിക്കൊരു പെർഫെക്റ്റ് ഡേ ആയിട്ട് തോന്നി ഇന്ന് വീഡിയോ എടുക്കാനായിട്ട്. അതും കൂടെയാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു റീസൺ. സാധാരണ ഈ സ്ഥലത്തൊക്കെ ഭയങ്കര തിരക്കാണ്, ഒരു മനുഷ്യരില്ല. എനിക്ക് കഴിഞ്ഞ ദിവസം ലേറ്റ് ഷിഫ്റ്റ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാനാണെങ്കിൽ ഫുഡൊന്നും കൊണ്ടുവന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അങ്ങനെ വെച്ചാൽ ഇവിടുന്ന് ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും ക്യാൻറ്റീൻ അടച്ചേക്കായിരുന്നു. ആൾക്കാർ കുറവായിരുന്നുകൊണ്ട് ഇവിടെ ക്യാൻറ്റീൻ ഫുൾ അടച്ചേക്കായിരുന്നു. അപ്പോൾ എനിക്ക് ഫുഡൊന്നും ഇല്ല, കഴിക്കാൻ വിശന്നിട്ട് പിന്നെ ഞാൻ ഇവിടുന്ന് കുറച്ച് ആൽമണ്ട്സ് എടുത്ത് കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു ഞാൻ എങ്ങനെയോ. അതുകൊണ്ട് ഇന്ന് ഞാൻ എന്തായാലും ഫുഡ് കൊണ്ടുവന്ന് കാര്യമായിട്ട് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ഇന്നലെ ഫുഡ് കൊണ്ടുവന്നില്ലെന്നല്ല, റാസ്ബെറി എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ പഴം എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ഡ്രിങ്ക്. പക്ഷേ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, ഫുഡ് കഴിക്കാനായിട്ടുള്ള വിശപ്പായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിച്ച് എൻ്റെ വയറൊന്നും അറിയത്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ കാര്യമായിട്ട് പാസ്തയൊക്കെ എടുത്തിട്ടുണ്ട് ഫുഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ നമുക്ക് 3 ഷിഫ്റ്റാണുള്ളത്, മോർണിംഗ്, ലേറ്റ്, പിന്നെ നൈറ്റ്. അപ്പോൾ മോർണിംഗ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ മോർണിംഗിനും ലേറ്റിനും നമുക്ക് പെർ അവർ 14 യൂറോ കിട്ടുന്നത്. അതേ പിന്നെ നൈറ്റ് ഷിഫ്റ്റ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ 25% കൂടുതൽ കിട്ടും. അതായത് പെർ അവർ 17.5 യൂറോസാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു ദിവസം നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോർണിംഗ് അല്ല ലേറ്റ് ആണെങ്കിൽ 105 യൂറോ കിട്ടും. അതേസമയം നൈറ്റ് ആണെങ്കിൽ 126 യൂറോ കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ ടാക്സിൻ്റെ ഡിഡക്ഷൻ ഉണ്ടാവും. പിന്നെ നമ്മൾ നൈറ്റ് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓഫ് കോഴ്സ് കോഫി ഡ്രിങ്ക്സ് ഒക്കെ ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേഴ്സണലി കൂടുതൽ എനിക്ക് എന്തായാലും നമ്മൾ സെയിം വർക്ക് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ രാവിലെ ആണോ രാത്രിയാണോ ഏത് ദിവസമാണെന്ന് പോലും നമുക്ക് മനസ്സിലായി, വേറെ ഏതോ ലോകത്ത് ചെന്ന പോലെ. അപ്പം നൈറ്റ് ഷിഫ്റ്റ് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഉറക്കം കിട്ടാതെ. പിന്നെ അങ്ങനെ ശീലമായി. അതുകൊണ്ട് ഞാൻ കൂടുതലും നൈറ്റ് ഷിഫ്റ്റാണ് കിട്ടുന്നത്, പേയ്മെൻറ്റ് കൂടുതൽ കിട്ടുന്നതുകൊണ്ട് തന്നെ. ഇവിടെ നമുക്ക് കുറച്ചും കൂടെ ഫിസിക്കൽ വർക്കായിരുന്നു ഇന്നലെ എനിക്ക് കിട്ടിയിട്ടുള്ള. അങ്ങോട്ട് ഇരിക്കാനൊന്നും സമയം കിട്ടില്ല. 8 മണിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായിരുന്നു. ഈ കുനാഫ പൊട്ടിച്ചിടുക, അതൊരു മെഷീൻ, അതിങ്ങനെ കുറേ കുനാഫൻ്റെ പാക്കറ്റ് ഉണ്ട്, അതിങ്ങനെ പൊട്ടിച്ച് മെഷീനിലിടുക. അപ്പോൾ അതിങ്ങനെ വന്നു കഴിയുമ്പോൾ അതൊരു ട്രെയിൽ നിറയും, അതുകൊണ്ട് വേറെ സ്ഥലത്ത് കൊണ്ട് കൊട്ടുക. അപ്പോൾ ഇങ്ങനെ അങ്ങ് ഓടി നടക്കുക. പൗസ് കിട്ടിയപ്പോഴത്തേക്കും അങ്ങനെ വിശപ്പ്, നമ്മൾ നടക്കല്ലേ, നമ്മുടെ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. ഞാനോർത്ത് ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആകും. പക്ഷേ 8 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും 2 മണിക്ക് ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല, ജസ്റ്റ് കോൺഫ്ലെക്സ് പാലിൽ കലക്കി അങ്ങനെ കുടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ലതായിട്ട് വിശന്ന് എന്തെങ്കിലും കട്ടിക്ക് കഴിച്ചത് ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഫ്രൂട്ട്സ് ഒന്നും കഴിച്ചിട്ട് രക്ഷയില്ലായിരുന്നു. ഇന്ന് കാര്യമായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫുഡ് കഴിക്കുന്ന സെറ്റപ്പ് പറഞ്ഞുതരാം. നമ്മൾ കാർഡ് കൊണ്ടുവിടെ വയ്ക്കുക, ഇതുവഴി നമുക്ക് പൈസ ഇടാം. പൈസ ഇട്ടിട്ട് ആ കാർഡ് ചാർജ് ചെയ്തിട്ട് ആ കാർഡ് കൊണ്ടാണ് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക. ഇതാണ് സേഫ്റ്റി ഷൂ. ഇതില്ലാണ്ട് നമുക്ക് വർക്കിന് വരാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ലോക്കർ വരുന്നത് ഇവിടെയാണ്. ഓക്കെ,
എൻ്റെ ലോക്കർ. അപ്പോൾ നമ്മൾ എപ്പോൾ ഇവിടെ വന്നാലും കാർഡ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് താക്കോൽ. ഞാനിപ്പോൾ ദേ ഇങ്ങനെ പാൻസിൽ തന്നെ ഇത് കണ്ടോ ഇങ്ങനെ ഇട്ടേക്കാം. അപ്പോൾ ഇതിങ്ങനെ ദേ പോവില്ല നമ്മുടെ കയ്യിൽ നിന്ന്. എൻ്റെ ഞാനെപ്പോഴും താക്കോൽ കളയുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വലിച്ചിട്ട്, ക്യാമറ കൊണ്ട് പറ്റുന്നില്ല, വലിച്ചിട്ട് നമുക്ക് തുറക്കാം. ഷൂസ് ഇട്ടുണ്ടോ ഷൂസ് അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതെൻ്റെ ബാഗ് നമുക്കിവിടെ ചെയ്യാം. പിന്നെ വിൻ്ററൊക്കെ വരുമ്പോൾ ജാക്കറ്റ് ഉണ്ടാവുമല്ലോ, അതിവിടെ ഹാങ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് വർക്കിന് കയറാൻ സമയമായി. ഇനി നമുക്ക് എസ്എൻ പൗസിക്ക് കാണാം. ബൈ. അങ്ങനെ എൻ്റെ ആദ്യത്തെ പൗസ് കഴിഞ്ഞ് ഞാൻ വർക്കിന് കയറിയത്. പിന്നെ ഇപ്പം അടുത്ത പൗസ് കിട്ടിയിട്ടുണ്ട്, എസ്എൻ പൗസയാണ്. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ കുറച്ച് വെജ് സൂപ്പ് എടുക്കുന്നുണ്ട്. വെജ് സൂപ്പ് ഫുഡൊന്നും ഇല്ലാത്തപ്പോൾ ഇതൊരു 2 ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ സെറ്റാണ്. ഫുഡ് എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നല്ല സ്ഥലം നോക്കി അവിടെ പോയിരിക്കാം. അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട്. ഭയങ്കര ഇഷ്ടമായി വെജ് സൂപ്പ്. ഇനി നമുക്ക് ഞാൻ മഷ്റൂം പാസ്തയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. പാസ്തയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം മഷ്റൂം പാസ്തയാണ്. ഓക്കെ, അപ്പം ഞാനത് കഴിച്ചു. പിന്നെ ഞാൻ പാസ്ത കഴിഞ്ഞിട്ട് കുറച്ച് ആപ്പിളും കൂടെ എടുത്തിട്ടുണ്ട്. ചെറിയ പൗസയൊക്കെ കിട്ടുമ്പോഴത്തേക്കും വിശന്ന കഴിക്കാനായിട്ടൊരു ബാക്കപ്പ് പോലെ. അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ചും കൂടെ എടുത്ത്, ഞാൻ ഫുള്ളൊന്നും കഴിച്ചില്ല, 2-3 സ്പൂൺ മാത്രമേ കഴിച്ചുള്ളൂ. ഇനി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെയും വർക്കുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു പൗസയും കൂടെ കിട്ടും. ഈ പൗസ എന്ന് പറയുന്നത് ബ്രേക്കിനാണ് കേട്ടോ. ഇനി ഒരു പൗസയും കൂടെ കഴിഞ്ഞ് നമുക്ക് പിന്നെയും വർക്ക്. അതിനുശേഷം നമുക്ക് വീട്ടിൽ പോവാം. അപ്പോൾ അടുത്ത പൗസയ്ക്കുള്ളത് ഞാൻ എടുക്കുന്നില്ല. അത് ഞാൻ എന്തെങ്കിലും കോഫി കുടിക്കുന്നതൊക്കെ തന്നെ ആയിരിക്കും. അങ്ങനെ ആ വർക്കൊക്കെ കഴിഞ്ഞ് ജർമ്മനിയിലെ രാത്രി 10 മണി ഇങ്ങനെയാണ് കഴിച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൽക്കാരൻ്റെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇനിയും വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ഗുഡ് ബൈ.